ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 18ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വായനകൾ, ഇന്നത്തെ ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഇങ്ങനെ ക്ഷണിക്കുകയാണ്. ദാഹിക്കുന്നവരായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകാമെന്ന് പറയുന്ന വലിയൊരു ആഹ്വാനം നൽകുന്ന ഒരു വചനഭാഗമാണ് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേൾക്കുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 35 മുതലുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് പറയുന്നത്, ഈ ലോകത്ത് ഒരു സാധനവും എനിക്കും ക്രിസ്തുവിനും ഇടയിൽ വരില്ല. ജഡികമായിട്ടുള്ള എന്ത് സാധനവും എനിക്കും കർത്താവിനും ഇടയിൽ വരില്ല എന്നുള്ള കാര്യം പൗലോസ് അപ്പോസ്തലൻ ശക്തമായിട്ട് എടുത്തു പറയുകയാണ്. ഇന്നത്തെ സുവിശേഷം വളരെ സുപരിചിതമാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നാപക യോഹന്നാനെ ഹെറോദോസ് വധിച്ചുവെന്ന് അറിഞ്ഞതിന് ശേഷം കർത്താവ് ഒന്ന് പിൻവാങ്ങുന്നതിന് ശേഷം സംഭവിക്കുന്ന ഒരു മഹാ അത്ഭുതമായ 5 അപ്പവും 2 മീനും 5000 പേർക്ക് ഭാഗിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നുണ്ട്. ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ലോസ്, ഈ ഒരു അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ചെറുതായിട്ട് നോക്കിയാൽ കർത്താവിനോട് സാധാരണ ഒന്നെങ്കിൽ അത്ഭുതം ചെയ്യാൻ ആളുകൾ ആവശ്യപ്പെടാറുണ്ട്. ഈ അത്ഭുതം അങ്ങനെയല്ല. കർത്താവും അനുകമ്പ തോന്നി ചെയ്യുന്നൊരു കാര്യമാണ്. ജനങ്ങളെ വിളിച്ച് അവർ വിശക്കുന്നതാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഭക്ഷണം നൽകുന്ന ഒരു ഇത്. പിന്നെ മറ്റൊരു ഇതിലൂടെ ഇത് ദൈവരാജ്യത്തിൻ്റെ വലിയൊരു ഉദാഹരണമായിട്ട് ഇത് മാറും. കാരണം ഈ ഒരു വിരുന്നിലേക്ക് കർത്താവ് ഇവരെല്ലാവരെയും ക്ഷണിക്കുമ്പോൾ കർത്താവ് അവർക്കൊരു മേശ വെക്കുന്നില്ല. മേശയിലെ പ്രഥമ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളൊന്നുമില്ല. എല്ലാവരോടും പറയുന്നു, നിങ്ങൾ പുല്ലുമേലിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വലിയൊരു സ്വർഗരാജ്യത്തിൻ്റെ ഒരു സങ്കല്പം അതവിടെ കൃത്യമായിട്ട് പൂർണ്ണമാവുകയാണ്. ഏത് തരത്തിലുള്ള ആളാണെങ്കിലും, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒരേ തലത്തിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് ധ്യാനിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു 3 കാര്യങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏറ്റവും ആദ്യത്തേത്, വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അവരെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നിയെന്നാണ് പറയുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ധ്യാനിക്കുമ്പോഴും കർത്താവ് നമ്മളോടും ആവശ്യപ്പെടുന്നത് ഒന്ന് കണ്ണ് തുറന്ന് കാണാനാണ്. പലപ്പോഴും എനിക്ക് ആഗ്രഹമുള്ള സാധനം മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, താല്പര്യപ്പെടുന്നവരാണെന്ന്. മറിച്ച് കർത്താവ് പല കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ആ കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിൻ്റെ തുറവി അത് നമുക്ക് വേണം. ഏറ്റവും ആദ്യത്തേത്. രണ്ടാമത്തേത്, ഈ അത്ഭുതം എന്ത് വെച്ചാണ് സംഭവിക്കുന്നത്? ഈ അത്ഭുതം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ എന്ത് വെച്ചാണ് സംഭവിക്കുന്നത്? 5 അപ്പവും 2 മീനും കൊണ്ടാണ് കർത്താവ് ഈ അത്ഭുതം ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഏകദേശം 5000-ഓളം പുരുഷന്മാരുണ്ട്. അതിൻ്റെ അർത്ഥം ഏകദേശം 10,000 അതിൽ കൂടുതൽ ആളുകൾ, സ്ത്രീകളെയും കുട്ടികളെയും കൂടി കൂട്ടിയാൽ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഈ ഒരു അത്ഭുതം ചെയ്യാൻ മറ്റൊരു രീതി ഞാൻ മനസ്സിൽ കാണുകയായിരുന്നു. ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് വരുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്നുകൊണ്ട് അവർക്ക് വിശക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? ദൈവം ആകാശത്ത് നിന്ന് മഞ്ഞ പൊഴിച്ച് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അവരുടെ വിശപ്പ് മാറ്റുന്നുണ്ട്. കർത്താവിന് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാമായിരുന്നല്ലോ. എന്താണ്? ആകാശത്ത് നിന്ന് മഞ്ഞ ഒഴിച്ചുകൊണ്ട് ഇവരെല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു. പക്ഷെ കർത്താവ് അങ്ങനെ ചെയ്യുന്നില്ല. കർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് പറയും? ഈ ശിഷ്യന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് 5 അപ്പവും 2 മീനും അല്ലേ, ഇത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? കർത്താവ് ആ ചെറിയ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് ഈ അത്ഭുതം ചെയ്യുന്നു. ഈ 5000 പേർക്ക് കർത്താവ് ഭക്ഷണം കൊടുക്കുന്നു. ഞാൻ പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് നത്തിങ്നെസ്സിൽ നിന്നും അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു അത്ഭുതം സൃഷ്ടിക്കുന്നില്ല. മറിച്ച് എൻ്റെ കയ്യിലുള്ള ആ തുച്ഛമുള്ള കാര്യത്തോടുകൂടെ കർത്താവ് ഒരു അത്ഭുതം സൃഷ്ടിക്കുകയാണ്, ചെയ്യുകയാണ്. ഞാൻ പറയും ഇത് പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നത്, കർത്താവ് എൻ്റെ കയ്യിൽ ഇതില്ല, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമുക്ക് താല്പര്യം. കർത്താവ്, എനിക്ക് കുടുംബത്തിലൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കർത്താവ്, എനിക്ക് സമയമില്ല, തിരക്കാണ്, എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ശേഷിയില്ല, എനിക്ക് കഴിവുകളില്ല, എനിക്ക് അവസരങ്ങളില്ല, എനിക്കൊരു ജോലിയില്ല, എനിക്ക് സമാധാനമില്ല, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നവരാണ് നമ്മൾ. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിൻ്റെ കയ്യിലുള്ള ആ തുച്ഛമായിട്ടുള്ള സാധനം എന്താണ്, അതിങ്ങോട്ട് വെക്ക്, ഞാൻ അത്ഭുതം ചെയ്തു തരാമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത്. ചില സമയത്ത് ഒരു 5 മിനിറ്റ് നമ്മളുടെ കുടുംബത്തിനൊപ്പം ഇരുന്നാൽ മതി, കർത്താവ് അവിടെ അത്ഭുതം കൊണ്ടുവരും. ചില സമയത്ത് എൻ്റെ കയ്യിലുള്ള ഒരു 10 രൂപ ഞാൻ ആരെങ്കിലും കൊടുത്താൽ മതി, കർത്താവ് അവിടെ അത്ഭുതം കൊണ്ടുവരും. ചില സമയത്ത് കേട്ടിരുന്നാൽ മതി, ഒന്നും പറയൊന്നും വേണ്ട, വെറുതെ കേട്ടിരുന്നാൽ മതി, കർത്താവ് അവിടെ അത്ഭുതം കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ചിന്ത, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് എൻ്റെ കയ്യിലുള്ളത് എന്താണ്?
അതെനിക്ക് കർത്താവിന് മുമ്പിലേക്ക് വെക്കാൻ പറ്റുമോ? ആ തുച്ഛമായ ഒന്നുമില്ലാത്ത ആ ഒരു ചെറിയ കാര്യം അതെനിക്ക് കർത്താവിന് മുമ്പിൽ, ചിലപ്പോൾ അതിൻ്റെ കഴിവുകളായിരിക്കും, എൻ്റെ ചെറിയ സേവിങ്സ് ആയിരിക്കും, ഇതെല്ലാം എനിക്ക് കർത്താവിന് മുമ്പിൽ വെക്കാൻ പറ്റുമോ? ആ ധൈര്യം നമുക്ക് കാണിക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. രണ്ടാമത്തേത് നമ്മൾ കാണുന്നത് ഈ 5 അപ്പവും 2 മീനും എങ്ങനെയാണ് വർദ്ധിച്ചത്. കർത്താവ് പ്രാർത്ഥിച്ചിങ്ങനെ താഴെ വെച്ചപ്പോൾ 5000 പേർക്ക് വേണ്ടിയിട്ടുള്ളത് മുഴുവനായിട്ടും ആ സ്ഥലത്ത് വന്ന് നിറഞ്ഞു. അങ്ങനെയല്ല, അത്ഭുതം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. വചനം ശരിക്കും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ കൊടുക്കും തോറും എന്ത് സംഭവിച്ചു? ആ കുട്ടയിൽ സാധനം നിറഞ്ഞുകൊണ്ട് വന്നു. കൊടുക്കും തോറുമാണ് വന്നേക്കുന്നത്, അല്ലാതെ ഒരു പോയിന്റിലല്ല അത്ഭുതം സംഭവിക്കുന്നത്. അത്ഭുതം സംഭവിക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു വിധവയുടെ പാത്രത്തിലെ മാവും എണ്ണയും ഒരിക്കലും വറ്റിപ്പോകാത്ത രീതിയിൽ അതിങ്ങനെ കുറേ ബാക്കിയുണ്ടായെന്നല്ല, മീൻസ് ഒരു 10 കുട്ടയോ അല്ലെങ്കിൽ 100 ഭരണി എണ്ണയുണ്ടായെന്നല്ല പറയുന്നത്. അവരുപയോഗിക്കും തോറും എന്ത് സംഭവിക്കുന്നു? അത് വർദ്ധിച്ചുകൊണ്ട് വന്നു. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. അവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടില്ലേ, അപ്പവും മീനും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് പതുക്കെ വർദ്ധിച്ചു. അങ്ങനെയാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത് സംഭവിക്കുന്നത്. ഇന്ന് നമ്മളും കർത്താവിനോട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ഒരു പോയിന്റിൽ വരുന്ന ഒരു മാറ്റത്തേക്ക് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരു കടമുണ്ട്, അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്? ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്കൊരു ലോട്ടറി അടിക്കുക. ഒറ്റ പോയിന്റിൽ സംഭവിക്കുന്ന ഒരു വലിയ സംഭവം, അതുകൊണ്ട് ആ കടം മുഴുവനായിട്ട് മാറി. അങ്ങനെയല്ല, കർത്താവിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കർത്താവ് ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ചെറുതായിട്ട് എനിക്ക് തന്നിരിക്കുന്ന ആ കഴിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ, കർത്താവ് എനിക്ക് തരുന്ന ചെറിയ അനുഗ്രഹങ്ങളെ ഞാൻ മുഴുവനായിട്ടും പൂർത്തീകരിച്ച് ഉപയോഗിച്ച് പോകുമ്പോൾ കർത്താവ് നമ്മളുടെ പ്രശ്നം മാറ്റിത്തരും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ മുൻപിലുള്ളൊരു വലിയ പ്രശ്നത്തിന് കർത്താവ് ഇടപെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് മുഴുവനായിട്ട് മായ്ച്ച് കളയാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയുമല്ല കർത്താവ് ചെയ്യുന്നത്. കർത്താവ് ഒരു പോയിന്റിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളല്ല, മറിച്ച് ഒരു പ്രോസസ്സിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം എനിക്ക് അനുഗ്രഹം വരും, അത്രത്തോളം എൻ്റെ പ്രശ്നം മാറും. അപ്പോൾ ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. 3 കാര്യങ്ങളാണ്. ഒന്ന്, അനുകമ്പയോടുകൂടെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അതിൽ ചില സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് എനിക്ക് അനുകമ്പ കാണിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മളെന്ത് ചെയ്യും? നമ്മൾ നാട്ടിലെ കുറേ പേർക്കോട് അവരുടെ വിഷമങ്ങൾ കാണുകയും അവരോട് അനുകമ്പ തോന്നുകയും അവരോട് സ്നേഹം കാണിക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ആദ്യം നീ കണ്ണു തുറന്നിട്ട് നിൻ്റെ തൊട്ടടുത്തേക്ക് നോക്കുക. നിൻ്റെ സ്നേഹം ആവശ്യമുള്ള, നിൻ്റെ സാന്നിധ്യം ആവശ്യമുള്ള, നിൻ്റെ ഒരു ചെറിയ സാമീപ്യം, ഒരു ആവശ്യമുള്ള കുറേയധികം ആൾക്കാർ നിൻ്റെ ചുറ്റുമുണ്ട്. ആദ്യം അവരുടെ അടുത്തേക്ക് പോവുക. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് ആളുകളിലേക്കും മറ്റ് വഴികളിലേക്കും പോകാൻ വേണ്ടി ശ്രമിക്കാം. ഏറ്റവും ആദ്യത്തേത് കാണുക, അനുകമ്പ തോന്നുക. കാണുകയും ടു സീ ആൻഡ് ടു ഫീൽ, കാണുകയും ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തേത്, കർത്താവ് ഒന്നുമില്ലായ്മ നിന്നല്ല അത്ഭുതം ചെയ്യുന്നത്. നിൻ്റെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഉള്ള ആ ചെറുതെന്താണോ അത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടത്, കർത്താവ് ഒരു പോയിന്റിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രോസസ്സിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റ സിംഗിൾ സ്വിച്ച് ഇടുന്നത് പോലെ അല്ല, മറിച്ച് ഒരു സമയം എടുത്തുകൊണ്ട് ഞാൻ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്ത് പരിശ്രമിക്കുന്നുവോ അതനുസരിച്ചാണ് എനിക്കത് സംഭവിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.